നമസ്കാരം, അമൃതാണ്. XSR-ൽ പലർക്കും മൈലേജിനെ കുറിച്ച് കുറച്ച് ആശങ്കകളുണ്ട്. കാരണം പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതായത് വാഹനം എടുത്തതിന് ശേഷം മൈലേജ് ഒരു 30-35 ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ചേട്ടൻ എങ്ങനെ ഈ 50+ ഒക്കെ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചു. അത് സിമ്പിളാണ്. നമ്മൾ വാഹനം എടുത്തതിന് ശേഷം എടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള പ്രോസസ്സിനൊക്കെ ആയിട്ട് അവിടുത്തെ ടെക്നീഷ്യൻസ്, അവിടുത്തെ മെക്കാനിക്സ് ഒക്കെ ആയിരിക്കും വണ്ടി കൊണ്ടുപോകുന്നത്, ആ പ്രൊസീജിയറൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ പൊതുവെ ഈ വാഹനം എന്നല്ല, ഏത് വാഹനമായിരുന്നാലും ഭയങ്കര റാഷായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവർ മൈലേജ് ഒന്നും നോക്കിയല്ല ഓടിക്കുന്നത്. അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടൊക്കെ ഇട്ട് ഓടിക്കുമ്പോഴത്തേക്ക് ആ ഒരു മൈലേജ് ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തതിന് ശേഷം ഇത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൈലേജ് എടുക്കുക, ഒന്ന് റീസെറ്റ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബട്ടൺ കുറച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റായി. സോ അങ്ങനെ റീസെറ്റ് ആയതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ മൈലേജ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഞാനിപ്പോൾ 6th ഗിയറിലാണ് പോണത്. ഒരു മാക്സിമം ഒരു 5000 RPM വരെ ഞാൻ കയറ്റാറുള്ളൂ. VVA ഒന്നും എനേബിൾ ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം നമ്മുടെ നോർമൽ ക്രൂസിങ്ങിൽ നമ്മുടെ നാട്ടിലെ റോഡുകളിലൊക്കെ ഇത്ര സ്പീഡൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അതും 6 സ്പീഡിൽ തന്നെ അത് ഓടുകയും ചെയ്യും. 6 സ്പീഡിൽ വേറെ വൈബ്രേഷനോ അല്ലെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു എൻജിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഏകദേശം നമുക്കൊരു 50 km/h ഓടിക്കുമ്പോൾ 6th ഗിയറിൽ ഒരു 4000 അറൗണ്ട് 4000 RPM വരെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ക്രൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്ലോലി ക്രൂസ് ചെയ്യാനും പറ്റും. ബട്ട് 60 above വാഹനം പോകത്തുമില്ല. എന്നാൽ മൈലേജ് നിങ്ങൾക്കിപ്പോൾ റീഡിങ് വരുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഓടിക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ എത്രത്തോളം മൈലേജ് കിട്ടുന്നെന്നുള്ള ഇപ്പോൾ അതിനകത്ത് റീഡിങ് അറിയാം. സോ ഇപ്പം ഞാൻ റീസെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് റൈഡിങ് സ്റ്റൈൽ വെച്ചിട്ട് എനിക്ക് 65.6 മൈലേജ് കിട്ടുന്നുണ്ട്. അങ്ങനെ തന്നെ നോക്കുക. സോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രൂസ് ചെയ്യണം. ഒരു 6th ഗിയറിൽ ഇട്ടിട്ട് ഒരു 50 to 60 വരെ പോയാലും കുഴപ്പമില്ല. ഒരു 4000 അറൗണ്ട് 4000 RPM നമ്മളിങ്ങനെ സ്ലോലി ക്രൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്ത് പോകാനും പറ്റും. പിന്നെ ഞാൻ ഈ ഹാൻഡിൽ ബാർ റൈസർ വെക്കാതിരുന്ന ഉള്ള പ്രത്യേകത, അതായത് സ്റ്റോക്കിൽ തന്നെ വെച്ചുകൊണ്ട് ഹാൻഡിൽ ബാർ ചെറുതായിട്ടൊന്ന് നമ്മുടെ അപ്രോച്ച് ആംഗിൾ ഒത്തിരി ഒന്ന് അടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രൂസർ ഫീലും കിട്ടും. മെയിനായിട്ട് സസ്പെൻഷൻ്റെ ഒരു കംഫർട്ട് കൂടുതലാണ്. പലരും പറയുന്നുണ്ട് ഈ വാഹനത്തിന് ഭയങ്കര സ്റ്റിഫ് സസ്പെൻഷനാണ്. യെസ്, സ്റ്റിഫ് സസ്പെൻഷൻ തന്നെയാണ്. അത് ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി, അതിന് വേണ്ടിയിട്ടാണ് അവർ സ്റ്റിഫായിട്ട് സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നല്ല ഏത് കോർണറിങ്ങും ഇതൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഉള്ള രീതിയിലാണ് സ്റ്റിഫായിട്ട് സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വാഹനം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത്രയും വെയിറ്റും കുറവാണ്. ആ വെയിറ്റ് കുറവിന് അനുസരിച്ച് മാനേജ് ചെയ്താണ് സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പീഡിലാണ് ഞാനിപ്പോൾ ഈ റൈഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ മാക്സിമം ഡൗൺ ഷിഫ്റ്റ് 5th വരെ പോവുക. അത് കഴിയുമ്പോൾ വീണ്ടും 6th കൊടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ഈ വാഹനം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60+ മൈലേജ് ഷോർട്ടായിട്ട് കിട്ടും. അധികമായിട്ട് റെവ് ചെയ്യാതെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അത് മീൻസ് എഞ്ചിൻ്റെ നല്ല ടോർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റിംഗ് ആണ്. അത് നമ്മളൊന്ന് റെവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു റെവിങ്ങിൻ്റെ ഒരു പവറിൽ തന്നെ കുറേ ദൂരം വാഹനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആ ഒരു കോസ്റ്റിംഗ് എഫക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഇത് ലോങ് ടൂർ ചെയ്യുമ്പോൾ ഇത് ഞാനിപ്പോൾ വളരെ ഒരു റൂറൽ ഏരിയയിലൂടെയാണ് റൈഡ് ചെയ്ത് പോകുന്നത്. എന്നിട്ട് പോലും എനിക്ക് ഇത്രയും മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേയിലൂടെയൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് RPM കൂട്ടിയിട്ടായിരുന്നാലും കുറച്ചും കൂടെ സ്പീഡിൽ ഓടിച്ചാൽ പോലും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. സോ ഇപ്പോൾ റോഡ് കണ്ടീഷൻസും മോശമാണ്. സസ്പെൻഷനും അത്യാവശ്യം സോക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഇടിച്ച് തിരക്കുന്ന കണക്കുള്ളൊരു ഫീലിംഗ് ഒന്നുമില്ല. മൈലേജിൻ്റെ കാര്യത്തിൽ ഇതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കുക. പലർക്കും ഇത് റീസെറ്റ് ചെയ്യാനും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് 30 to 40 റൗണ്ടൊക്കെയാണ് മൈലേജ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈഡിങ്, നിങ്ങളെങ്ങനെയാണ് റൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് മീറ്റർ കൺസോളിൽ ആ മൈലേജിൻ്റെ ഇത് എടുക്കുക, ഒന്ന് റീസെറ്റ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ അത് റീസെറ്റ് ആവും. എന്നിട്ട് പിന്നെ അപ്പോൾ പിന്നീട് മാത്രമേ നിങ്ങൾക്ക് അറിയാവുള്ളൂ നിങ്ങളെങ്ങനെ നിങ്ങളുടെ റൈഡിങ് കണ്ടീഷൻസ് അനുസരിച്ച് നിങ്ങളുടെ ഒരു റൈഡിങ് സ്റ്റൈലിനനുസരിച്ച് എത്രത്തോളം മൈലേജ് കിട്ടുന്നു എന്നുള്ളത് അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്നാലും ഞാൻ എപ്പോഴും റെമാച്ച് ചെയ്താണ് ഗിയർ ഡൗൺ ചെയ്യുന്നത്. ജംഗ്ഷനൊക്കെ എത്തുന്ന സമയത്ത് ഒന്ന് 5 ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. പ്രായമുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം. ഒരു കോൺഫിഡൻസ് കുറവാണെങ്കിൽ അവരങ്ങ് എടുത്തുകൊണ്ട് പോകും. അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിർത്താനുള്ളൊരു ക്ഷമ കിട്ടത്തില്ല. അപ്പോൾ നമ്മളൊന്ന് കെയർഫുൾ ആവുക.
സോ ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നാലും നമ്മളിപ്പോൾ ഇതുപോലുള്ള ട്രാഫിക് കണ്ടീഷൻസിലൊക്കെ കഴിവതും ഡൗൺ ഗിയേഴ്സിൽ ഓടിക്കുക. കാരണം ഡൗൺ ഗിയേഴ്സിൽ നല്ല ടോർക്കായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റിംഗ് കൂടും. അപ്പോൾ മൈലേജ് അധികം ഡ്രോപ്പ് ആവത്തുമില്ല. സോ ഇതുപോലുള്ള റൈഡിങ് കണ്ടീഷൻസിലൊക്കെ നമ്മൾ സ്ലോയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ഗിയറിൽ പോവുക. പലരും വിചാരിക്കും ഡൗൺ ഗിയറിൽ പോകുമ്പോഴത്തേക്ക് കൂടുതൽ പെട്രോൾ കത്തൂല്ലേ എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒരിക്കലും ഇല്ല. ഡൗൺ ഗിയറിൽ പോകുന്നതിനനുസരിച്ച് ആ സ്പീഡിനനുസരിച്ചാണ് നമ്മൾ ആക്സലറേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ മൈലേജ് ഒന്നും കുറേ ഡ്രോപ്പ് വരത്തില്ല. എന്നാൽ നമുക്ക് വാഹനത്തോടൊരു നല്ല കൺട്രോളും ഉണ്ടായിരിക്കും. സോ അപ്പോൾ ഇനി നമുക്ക് ഒത്തിരി ഒന്ന് റൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4th ഗിയറിൽ എത്രത്തോളം ടോർക്ക് ചെയ്ത് മാക്സിമം സ്പീഡ് ഗെയിൻ ചെയ്യാൻ പറ്റുമോ അത് ഗെയിൻ ചെയ്യുക. എന്നിട്ട് അടുത്ത ഗിയർ ഇടുക. അപ്പോൾ ആ വാഹനത്തിൻ്റെ ഒരു സ്ട്രെയിൻ ഒന്നും വരത്തില്ല, എഞ്ചിൻ്റെ ഒരു സ്ട്രെയിൻ ഒന്നും വരത്തില്ല. അങ്ങനെ സ്ലോലി നമ്മൾ സ്പീഡ് ഗെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജിൽ വലിയൊരു ഡ്രോപ്പ് ഒന്നും വരത്തില്ല. സോ ഇനി നമുക്ക് ഒത്തിരി ഒന്ന് സ്പീഡിന് ഓടിച്ചു നോക്കാം. റോഡ് അത്ര ക്ലിയറാണ്. അപ്പോൾ ഞാൻ ഈ റെവ് മാച്ചിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ റോയൽ എൻഫീൽഡിൽ ഓടിച്ചുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് അത്, ശരിക്കും ഓൾഡ് സ്കൂൾ ബൈക്സിലാണ് റെവ് മാച്ചിങ് ഒക്കെ വളരെ അത്യാവശ്യമുള്ളത്. ഇപ്പോഴത്തെ ഈ ബൈക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റെവ് മാച്ചിങ് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. കാരണം ഇപ്പോൾ സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി സ്ലിപ്പായി മാറിക്കോളും. റെവ് മാച്ച് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. സ്പീഡിന് ഓടിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റുള്ള നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൈ, അതായത് ഓരോ ഷോക്കും ഇടിക്കുന്ന സമയത്ത് അതിന്ന് വരുന്ന ആ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ കൈയുടെ എൽബോ തന്നെ ഒരു ഷോക്ക് അബ്സോർബറായിട്ട് മാറണം. അപ്പോൾ നമുക്ക് വലിയൊരു സ്ട്രെയിനോ ഇടിയോ ഒന്നും കയ്യിൽ വരത്തില്ല. അപ്പോൾ സ്ലൈറ്റ്ലി ഒന്ന് ഫോർവേഡായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കൈയുടെ ഒരു ഫ്രീനെസ് എപ്പോഴും ശ്രദ്ധിച്ചോളുക. കാരണം അതിനിടയിൽ ഒരു വലിയൊരു പോട്ട് ഹോൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഹാൻഡിൽ ബാറിൽ കിട്ടും. പക്ഷേ ഹാൻഡിൽ ബാറിലൂടെ ഡയറക്റ്റ് നമ്മുടെ എൽബോസിലോട്ടൊന്നും അടിക്കാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ കൈ വെക്കേണ്ടത്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു വലിയ ഷോക്ക് വന്നാൽ പോലും അത് നമുക്ക് ഇങ്ങനെ ഒരു ഷോക്ക് അബ്സോർപ്ഷൻ പോലെ നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 5th ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓവർടേക്ക് ചെയ്യണമെന്നുള്ള വിധത്തിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുക. അതാണ് പ്രശ്നം. കഴിവതും ഈ എൻജിൻ ബ്രേക്കിങ് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ആ ഒരു വലിയൊരു ഹെവി ബ്രേക്കിംഗ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ വാഹനത്തിനോടൊരു നല്ല കൺട്രോൾ കിട്ടും. നമ്മൾ പറയുന്ന പോലെ എൻജിൻ കേൾക്കുന്ന പോലെ ഒരു ഫീല് വരും. അതിന് ശരിക്കും എൻജിൻ ബ്രേക്കിംഗ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താലേ ആ ഒരു രീതിയിൽ, ആ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നിങ്ങൾ ഓടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടും. എൻജിനുമായിട്ട് നിങ്ങളുടെ ഒരു കണക്റ്റ് അറിയാൻ പറ്റും. സോ അപ്പോൾ സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉള്ളതുകൊണ്ടാണ് നോക്കിംഗ് ഒന്നുമില്ല. റിയർ വീർ ലോക്ക് ആവത്തോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഞാനിപ്പോൾ 65-70 അടുപ്പിച്ചോട്ട് കയറ്റി വിടുവാണ്. 5000 RPM വരെ വാഹനം കയറുന്നുണ്ട്. അപ്പോൾ മൈലേജിൽ ആ ഡ്രോപ്പ് വന്നാണ്ടോ 60 ആയി. അപ്പോൾ ഞാൻ അധികം റബ് ചെയ്യുന്നില്ല. വീണ്ടും 4000 RPM റൗണ്ടിലോട്ട് ഞാൻ താഴ്ത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് മൈലേജിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയുന്ന ഒരാളാണ്, നല്ല പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ നിന്ന് നല്ല മൈലേജ് കിട്ടും. മീൻസ് ശരിക്കും ഫ്യൂവൽ എഫിഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ റോയൽ എൻഫീൽഡിൽ നിന്ന് ഈ ഒരു വാഹനത്തിലോട്ട് മാറുമ്പോൾ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു സോഫ്റ്റ് ആൻഡ് കോംഫി ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. അത് ഈ വാഹനത്തിൽ എന്തായാലും എല്ലാവരും പറയുന്നുണ്ട് സ്റ്റിഫ് സസ്പെൻഷനാണെന്നുള്ള. ബട്ട് തുടക്കത്തിൽ എനിക്കത് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഈ ഹാൻഡിൽ ബാർ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു സസ്പെൻഷൻ്റെ ഒരു ഡിസ്കംഫേർട്ട് ഇതുവരെ ഫീൽ ചെയ്യുന്നില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടാണ്, നല്ല ബാലൻസ്ഡ് ആവുന്നുണ്ട്. ഒന്ന് ഞാനും വൈഫും അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം സസ്പെൻഷൻ അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും ആ ഒരു ബാലൻസിങ്, ഫ്രണ്ട് ആൻഡ് റിയർ ഷോക്കിൻ്റെ ആ ഒരു ബാലൻസിങ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ആ ഒരു, ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് നമ്മൾ എത്രത്തോളം കണ്ടെത്തിയാണ് വാഹനം ഓടിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ ആ ഒരു ബാലൻസ്ഡ് സസ്പെൻഷൻ ഫീൽ നമുക്ക് കിട്ടത്തുള്ളൂ.
പിന്നെ ഇരിക്കുന്ന ആ ഒരു ആംഗിളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വാഹനം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ എടുത്താണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നമുക്ക് ആ ഒരു വാഹനത്തിലൂടെ കമ്പനി എത്ര മൈലേജ് ഡിമാൻഡ് ചെയ്യുന്നു അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയും ചെയ്യും. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് മൈലേജിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതൊന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിലും അതും കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. എനിക്കറിയുന്നതാണ്, ഞാൻ വലിയൊരു ഓട്ടോമൊബൈൽ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ എങ്കിലും ഇതുവരെ ഉള്ള എൻ്റെ ഒരു ഓട്ടോമൊബൈൽ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞുതരാം. ഈവൻ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത്, കാരണം എനിക്കും പല കാര്യങ്ങളും നമുക്ക് പലതും അറിയത്തില്ലല്ലോ. നമ്മൾ ഓരോരുത്തരുടെയും സംശയങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ അറിയാൻ ആകാംക്ഷയുള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വാഹനമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഞാൻ സെക്കൻഡ് സർവീസിൽ ഞാൻ പറഞ്ഞിരുന്നു, സെക്കൻഡ് സർവീസിലല്ല ഫസ്റ്റ് സർവീസിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യത്തെ സർവീസ് മുതൽ ഈ വാഹനത്തിൽ GP എന്ന് പറയുന്ന ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അവരുടെ യമലൂബിൻ്റെ തന്നെയാണ്, പക്ഷേ എങ്കിലും അത് കുറച്ചും കൂടെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലാണ്, കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഓയിലാണ്. അപ്പോൾ ആ ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ പെർഫോമൻസിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. കുറച്ചും കൂടെ അല്ല, നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, എനിക്ക് ആ ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ മാത്രമേ ഫോർത്തിലോട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ഇങ്ങനെ മാറി മാറി ഓടിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ലോങ് ക്രൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് 60-70 മാക്സിമം 80 അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ക്രൂസിങ് സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ അതിനപ്പുറത്തേക്ക് 100+ ഒക്കെ പോയാൽ കുഴപ്പമൊന്നുമില്ല, 100+ലും ക്രൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ ആ സമയത്തൊക്കെ ഈ ഒരു എഞ്ചിൻ്റെ ഒരു റബ്ബിങ്, ഇതിൻ്റെ ഒരു വാഹനം എപ്പോഴും ഒരു സ്ട്രെയിൻഡ് ആയിരിക്കും. അപ്പോൾ അത് ഒരു റിലാക്സ്ഡ് ഫീൽ തരത്തില്ല. അത് ആ എഞ്ചിൻ ഒരു ഫ്രണ്ട്ലി എഞ്ചിനാണ്. അത് മാക്സിമം റവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടറാണ്, ഒരു സ്പോർട്ടി കൈൻഡ് ഓഫ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട് ആ എഞ്ചിന്. ആ ഒരു ക്യാരക്ടർ എപ്പോഴും ആ ക്യാരക്ടറിൽ അതിന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതൊരു ക്രൂസർ മോട്ടറാക്കി മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. സോ അപ്പോൾ എന്തായാലും 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാൻഡിൽ ബാർ റൈസറിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് 2 വീഡിയോ നിങ്ങൾ XSR യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഉപയോഗം ചെയ്യും, അല്ലെങ്കിൽ XSR വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിച്ചേക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വാഹന വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.